കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ച് ഒരു ക്ലാസ് തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മുൻ അഡീഷണൽ ഡയറക്ടറായിരുന്ന ശ്രീ കൃഷ്ണമ്മ സാറാണ് ആ ക്ലാസ് നയിച്ചത്. ഈ കോമ്പറ്റീഷൻ ആക്ടിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ അത് സമൂഹത്തിൽ കമ്പനികളുടെ എല്ലാം ഒരു മെച്ചപ്പെട്ട സേവനവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കോമ്പറ്റീഷൻ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ട് ഹെൽത്തി കോമ്പറ്റീഷൻ സമൂഹത്തിൽ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആക്ട് നടപ്പിൽ വരുത്തുന്നത്. ഇതിന് ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ഉദ്ദേശവും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. നിയമത്തിന്റെ പേരാണ് മത്സര നിയമം എന്ന് പറയുന്നത്. ഇത് അധികം പ്രചാരം വന്നിട്ടില്ലാത്ത നിയമമാണ്. 2002-2003 ജനുവരിയിലാണ് ശരിക്കും നിയമമാവുന്നത്. 2002 ഡിസംബറിലാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 2003 ജനുവരിയിൽ ബില്ല് നിയമമായി. ഈ കോമ്പറ്റീഷൻ ലോയിൽ വന്നിരിക്കുന്ന അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ 19(1)G എന്ന് പറയുന്നത് റൈറ്റ് ടു ലീഡ് എ dignified life, right to practice a profession of our choice എന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്ത് ചെയ്യാൻ വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ വിത്ത് സം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മുമ്പ് തരുന്നൊന്നും പറയാറില്ല. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് നിയമവശങ്ങൾ ഉണ്ടാവും. ഓരോ ജോലി ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പല നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ വ്യവസായം തുടങ്ങുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി അതിനനുസരിച്ച് ആയിരിക്കും എന്ത് വരുന്നത്. അതിന് ചിലപ്പോൾ പൊല്യൂഷൻ കൊണ്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. പഞ്ചായത്ത് ലൈസൻസ് എന്തായാലും വേണ്ടി വരും. അപ്പൊ ചില സമയത്ത് ഗവൺമെന്റിനെ ഓരോ ഒന്നും കൂടി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലാക്സ് ചെയ്യാൻ കൂടുതൽ വ്യവസായം വരാൻ വേണ്ടി ഗവൺമെന്റ് ചിലപ്പോൾ ഇതന്നെ വ്യവസായങ്ങൾക്ക് ലൈസൻസ് വേണ്ട. ഇതിന്റെ വ്യവസായങ്ങൾക്ക് 3 വർഷത്തേക്ക് ലൈസൻസ് പെർമിറ്റ് ഒന്നും വേണ്ട. 3 വർഷം കഴിഞ്ഞ് പെർമിറ്റ് പോയാൽ മതി. അപ്പൊ അവർക്ക് ഹാസിഡ്സ് ഫ്രീ ആയിട്ട് ഇതുകൊണ്ടും വരുത്താതെ വ്യവസായം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ്. എക്സെപ്റ്റ് റെസ്ട്രിക്ഷൻ എന്താണ്, റെഡ് കാറ്റഗറി വ്യവസായങ്ങളായ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സിംഗിൾ വിൻഡോ ആക്ട് ഒക്കെ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിന് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ റൂൾ ആർക്കൊക്കെ ബാധകമാവുന്നുണ്ടോ ആ ഏജൻസീസ്, അത് വ്യക്തികളാവാം, ഗ്രൂപ്പുകളാവാം, സ്ഥാപനങ്ങളാവാം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് പ്രത്യേക പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ഇഷ്ടം പോലെ ബ്രാൻഡുകളും ഇഷ്ടംപോലെയുള്ള ഡിനോമിനേഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കിട്ടാവുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് സുലഭമാണ്. എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ കൊണ്ടാണ്. അത്ര ഒരു രംഗത്ത് സംരംഭകത സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന സംരംഭം തുടങ്ങി 6 മാസം കഴിപ്പിക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ തുടങ്ങുന്നത് അതേ ഇൻഡസ്ട്രികളുണ്ട്, അതേ സംരംഭങ്ങളുണ്ട്. പണ്ട് PMRA ഓട്ടോറിക്ഷയ്ക്ക് ലോൺ കൊടുത്ത് അവസാനം ആൾക്കാരുടെ ഓട്ടോറിക്ഷ ലോണാണ് മനസ്സിലായത്. PMRA അറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇതൊരു സെന്ററിൽ ഒരു കവലയില് 10 പേർക്ക് ഓട്ടോറിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ വന്നുകൊണ്ടിരിക്കും. അത് മനുഷ്യന്റെ ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഇതാണ്. അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഒന്ന് വെറൈറ്റി ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ പാസഞ്ചർ ഓട്ടോയ്ക്ക് പോലെ ഒരു ഗുഡ്സ് ഓട്ടോ എടുക്കാം. നമ്മൾ ചാലയിൽ പോയിട്ട് അത്യാവശ്യം 10 കടക്കാരെടുത്തിട്ട് കടക്കാരുടെ ഓർഡേഴ്സ് എടുത്തിട്ട് ചാലയിൽ പോയി സാധനങ്ങളെ കൊണ്ടുവന്ന് ആവശ്യകത കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വരുമാനം കിട്ടും. പാസഞ്ചർ ഓട്ടോ ആണെങ്കിൽ ദിവസം കൂടെ കാത്തിട്ട് ചിലപ്പോൾ 2-3 ഓട്ടോ കിട്ടും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ ആൾക്കാർ മനക്കല്ലേ. കാരണം അതിന്റെ ആ ഒരു സൗകര്യം അതാകുമ്പോൾ ഒരു കുറച്ചും കൂടി മറ്റുള്ളവരുടെ കാക്കി ശത്രു ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ചളിവിലേക്ക് ആവും. ആ ഒരു മാറ്റം, ആ ഒരു തിങ്കിങ് ആണ് ഡിഫറെന്റ് തിങ്ക് ചെയ്യുന്ന സംരംഭം മുന്നോട്ട് പോകും. അല്ലാത്തവർ ഈ പറഞ്ഞ പോലെ കുറച്ച് കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തീരുമാനിക്കുക എങ്ങനെയല്ല മറ്റാളെ പുതിയ ആൾക്കാർ വരുന്ന രംഗത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ എങ്ങനെ അവരെ പുറത്താക്കാം. അത് അവർ ഒരു പ്രൈസിന് പ്രോഡക്റ്റ് വിൽക്കാൻ വരുമ്പോൾ ഉടനെ തന്നെ പുതിയ ആൾ രംഗത്ത് വന്നാൽ ഉടനെ നമ്മുടെ പ്രൈസ് തന്നെ അത് കട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻ തീരുമാനിക്കും എല്ലാവരും ഇന്ന പ്രൈസിനെ വിൽക്കാം, ഇന്ന സ്ഥലത്ത് വിൽക്കാം, ഇന്ന സ്ഥലത്ത് വിൽക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആന്റി